ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഈ വീഡിയോ നല്ലതായിരിക്കും എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പലരും ലൈക്ക് ചെയ്യുന്നില്ല. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൺ ആക്കിയാൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്പ് മീലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു, തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. കമന്റ് ഇടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ പേരില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നും പറഞ്ഞ ഒരു റെസിപ്പി ട്രൈ ചെയ്തില്ലേ, അത് നിങ്ങളിൽ പലരും ട്രൈ ചെയ്തു. നല്ല റിസൾട്ടാണ് എനിക്ക് തന്നത്. അത് ഫുൾ റൈസായിട്ട് ചെയ്യാതെ അതിന്റെ ചിക്കൻ റെസിപ്പി മാത്രം ട്രൈ ചെയ്തവരുമുണ്ട്. ചേച്ചി ഭയങ്കര ടേസ്റ്റ് ആണ്, വെറുതെ ബാക്കി തിന്നാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇന്നത്തത്. ഇതിന് പേര് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾ തന്നെ ഒരു പേര് കണ്ടുപിടിച്ചോളൂ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടെങ്കിൽ വേറെ നമുക്ക് കൂട്ടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇടുമെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇത് വേണമെങ്കിൽ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ എന്നും ഒരേ ഡിഷ് ട്രൈ ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തത ആരാ ആഗ്രഹിക്കാത്തത്? ഇതിന് ഇറച്ചിച്ചോറെന്നാണോ പേരെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും പറയുന്നില്ലേ. ഇനി ബീഫ് ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതും പറയുന്നില്ല, അങ്ങനെയും എനിക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഒരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഈസിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതും കമന്റ് ഇടാൻ മറക്കരുത്. ഇതിന് പേരുണ്ടെങ്കിൽ അതും കമന്റ് ഇടാൻ മറക്കരുത്. ഞാനിങ്ങനെ ഇടയ്ക്ക് പല രീതിയിൽ ചിക്കനും കൊണ്ടും ബീഫ് കൊണ്ടും പിന്നെ വെജിറ്റബിൾസ് കൊണ്ടും ഒക്കെ ഇങ്ങനെ പല രീതിയിൽ തട്ടിക്കൂട്ട് സംഭവങ്ങൾ നടത്താറുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നേയുള്ള സംഭവം. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി പൊളിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ഞാനൊന്ന് തയ്യാറാക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ബീഫ് റെഡിയാക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1/2 കിലോ ബീഫ്, ലേശം നെയ്യ് ഉൾപ്പെടെ എടുത്തേക്കുന്ന കുറച്ച് എല്ലുണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 2 സവോള, പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ 2 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ലേശം മല്ലിയില, 1-2 തണ്ട് പുതിനയില. 1-2 തണ്ടെന്ന് പറയുമ്പോൾ അതാ ഇതുപോലുള്ളയാണേ, ചെറിയൊരു മണത്തിന് വേണ്ടി. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല 1.5 ടീസ്പൂൺ. ലേശം വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പകരം നാരങ്ങ ജ്യൂസ് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനിയുണ്ടല്ലോ, നമ്മുടെ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ബീഫല്ലേ ഉടഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, റൈസിനും ടേസ്റ്റ് കിട്ടും. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുവാണേ. ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടങ്ങ് ഉടയട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നല്ലൊരു മണം വരുന്നേ. ബീഫ് പച്ചയാണേലും വല്ലാത്തൊരു മണം. ഇതൊരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ ഏറ്റവും നല്ലത്. ഞാൻ അത്രയും നേരം വെക്കുന്നില്ല, കുറഞ്ഞ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ.
അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫ് വേവിക്കാം. ഞാൻ സാധാരണ ബീഫ് കറിക്ക് കുക്കറിൽ ആദ്യം വേവിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാറില്ല. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും വേവിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിന് പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് തിളച്ച് വരുമ്പോൾ വിസിലടിക്കുമ്പോൾ അതായത് തെറിച്ചു പോകാത്ത കുക്കറായിരിക്കണം എടുക്കേണ്ടത്. അത്രയും വലിപ്പമുള്ളത് വേണം എടുക്കാൻ. വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുക്കർ വലുതാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ആ വെള്ളം പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ഞാനിപ്പോൾ ആദ്യം ഒരു 5 വിസിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ ലേശം കുറച്ചിട്ടായിരിക്കും ബാക്കി വിസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 വിസിൽ വന്നു. ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനേ ബീഫിന്റെ 6 വിസിൽ എന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ ബീഫിലും ഡിപ്പെൻഡ് ആണ് അത്. അതുപോലെ കുക്കറിന്റെ ചൂടിലും ഡിപ്പെൻഡ് ആണ്. ഈ ബീഫ് തന്നെ നല്ല മുറ്റിയ ബീഫ് കാണും, നല്ല ഇളയ ബീഫ് കാണും, അതായത് മുറ്റാത്ത നല്ല ബീഫ്, കിളുന്ത് ബീഫ് എന്നൊക്കെ പറയും. എനിക്ക് കിട്ടിയത് മുറ്റിയതല്ല, നല്ല ചെറിയ ബീഫാണ് കിട്ടിയേക്കുന്നത്. അതായത് അധികം മുറ്റാത്ത കിളുന്ത് ബീഫാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും വിസിൽ മതിയാവും. അത് നിങ്ങൾ കണക്കാക്കി വേണം ചെയ്യാൻ. ഞാനിപ്പോൾ 6 വിസിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 വിസിൽ മതിയായിരിക്കാം, ചിലപ്പോൾ 8, 9 വേണ്ടി വരും. അതപ്പോൾ ബീഫിലും കുക്കറിലും ഡിപ്പെൻഡ് ആണ്. എന്തായാലും ആദ്യം ഒരു 5 വിസിൽ ചെയ്ത് നോക്കുക, അധികം മുറ്റാത്തതാണെങ്കിൽ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്താൽ മതി. ഒത്തിരി വെന്ത് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു 5 വിസിലൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഫുൾ സ്റ്റീം പോയി, ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പം കറിക്ക് നല്ല പരുവാണ് ഇത്, ബീഫ് കറിയായിട്ട്. ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ എത്രത്തോളം വെന്തു എന്ന്. നന്നായിട്ട് വെന്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇത്തിരി ചോറുണ്ടെങ്കിലേ ഇപ്പം തന്നെ നമുക്ക് കറിയായിട്ട് കഴിക്കാം, അത്ര ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഇത് അധികം മുറ്റാത്ത നല്ല ബീഫായിരുന്നു. അതുകൊണ്ട് 6 വിസിലിൽ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടി. ഇനിയും കുറച്ചുകൂടി പ്രോസസ്സിങ് ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി വേവും. ഇത്രയത്തിൽ ഞാൻ നിർത്തുവാണേ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, ഇതിനകത്തുനിന്ന് കുറച്ച് ഈ ഗ്രേവി കൂടുതലുള്ളത് ഇനി മാറ്റുക. ആ ഉള്ളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ വരുന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. ഒത്തിരി വെള്ളം ഇല്ല കേട്ടോ, ഞാൻ ഒരു ഗ്ലാസോളം ഒഴിച്ചതാ, എങ്കിലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതിയുടെ നീളമുള്ള റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീളം കുറഞ്ഞ റൈസ് ഉണ്ട്, കൈമ ഉണ്ട്, ജീരകശാലയുണ്ട്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഈ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന റൈസ് എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ല ഒരു മണവും ടേസ്റ്റും കിട്ടുന്നത്. പിന്നെ ഈ ചോറ് നമ്മുടെ സാധാ റേഷനരിയിൽ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അളവ് പറ്റിച്ചെടുക്കാൻ വെള്ളം കറക്റ്റ് അളവ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കുന്ന വെള്ളേരി അല്ലെങ്കിൽ ചുവന്നേരി ഉണ്ടല്ലോ, റോസേരി എന്നൊക്കെ പറയും, പുഴുക്കൽ മട്ടേരി വേണമെങ്കിൽ, ഇത് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അത് പറ്റിച്ചെടുക്കാൻ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഒരു കടായി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നെയ്യും ബാക്കി എണ്ണയുമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് കാണും, നെയ്യിൻ്റെയും വെളിച്ചെണ്ണയുടെയും. ഇതല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവറോ ഒലിവ് ഓയിലോ എന്ത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ലേശം പട്ട, ഞാൻ പട്ട വലുതായിട്ട് തന്നെ ഇട്ടേക്കുന്നത്, എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ, ഏലക്ക. അപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. അപ്പം ഇനി ഇതിലേക്ക് ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ച അരിയാണ്. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ റൈസിനകത്തൊന്ന് പിടിക്കട്ടെ. തീ ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം കുതിർന്ന അരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടൊന്ന് ഇളക്കരുത്, പൊടിഞ്ഞു പോകുന്ന അരിയാണെങ്കിൽ.
അപ്പോൾ അരി ലേശം ഒന്ന് വരട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ബീഫിനകത്തു നിന്ന് എടുത്ത ഗ്രേവിയും ഇതിനകത്തുണ്ട്. അപ്പോൾ റൈസിനകത്തുള്ള ഇതാ ഉള്ളി, അതുപോലെ കുറച്ച് തക്കാളി, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ബാക്കി റൈസിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബീഫ് ഇതിനകത്ത് ഇടാനുള്ള, അതുകൊണ്ട് അതുകൂടെ കണക്കാക്കിയേ ഉപ്പ് ചേർക്കാതെ കുറച്ചുകൂടെ വേണം. അപ്പോൾ ഇത് പറ്റിച്ചെടുക്കാനുള്ളതാണേ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് കേൾക്കണേ. പലരും ഫുള്ള് വീഡിയോ കാണാതെ വന്ന് ഇടയ്ക്ക് കമൻ്റ് ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കമന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെയുള്ള മറുപടി കൊടുക്കാത്ത, ബാക്കി എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. വെള്ളത്തിന്റെ കണക്ക് സാധാരണ നമ്മൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി, 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. 2 ഗ്ലാസ് അരി ആണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് ആണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം. അപ്പോ അങ്ങനെ അല്ലാതെയും ചെയ്യാവുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് അത് പക്കയാണ്. പിന്നെ 2 ഗ്ലാസ് അരിക്ക് നമ്മുടെ കണക്കനുസരിച്ച് 4 ഗ്ലാസ് വെള്ളമാണ്. അതിൽ നിന്നും 1/2 ഗ്ലാസ് കട്ട് ചെയ്യാം, 3 എടുക്കാം. 3 ഗ്ലാസ് അരിക്ക് നമ്മുടെ കണക്കനുസരിച്ച് 6 ഗ്ലാസ് വെള്ളമാണ്. അതിൽ നിന്ന് 1/2 ഗ്ലാസ് മാറ്റി 5.5 ഗ്ലാസ് എടുക്കാം. മുമ്പോട്ട് പോകുന്തോറും ഈ കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമുക്ക് കണക്കനുസരിച്ച് വേണ്ടത് 8 ഗ്ലാസ് വെള്ളമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 7.5 ഗ്ലാസ് വെള്ളം. ഓക്കെ, അപ്പോൾ ബീഫിന്റെ ഗ്രേവിയും വെള്ളം എല്ലാം കൂടെ എനിക്ക് 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ 1.5 ഗ്ലാസ് വെള്ളമായിട്ട് കണക്കാക്കിയാൽ മതി. 1/2 ഗ്ലാസ് ആ ഗ്രേവി, തക്കാളി, ഉള്ളി, ഇതെല്ലാം കൂടെ. അപ്പോൾ ഞാൻ അത് ഗ്രേവി ഉൾപ്പെടെ 2 ഗ്ലാസും പിന്നെ ബാക്കി 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 ഗ്ലാസ്. അത് ക്ലിയർ ആയേ? ഒരു സംശയവുമില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇത് ബീഫ് ലേശം ഒന്ന് വരട്ടിയെടുക്കാം. ആ സെയിം പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ക്യാമറയിൽ നല്ലപോലെ അത് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയത്. നമുക്ക് ലേശം കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ എരി അനുസരിച്ച് ചേർക്കാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട, ലേശം ഒന്ന് റെഡിയാക്കിയാൽ മതി. അപ്പൊ ഇനി നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. തീ കൂട്ടിയിടണ്ട, ചെറുതീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പെരളട്ടണം. അപ്പൊ ഇവിടെ റൈസ് എന്തായെന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചു, അരി ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി അങ്ങോട്ട് റൈസിന്റെ വേവ് അനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും കൊടുക്കാമേ. നമ്മൾ ഈ ബീഫ് ഒന്ന് വരട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ സ്പൈസസ് വേണമെങ്കിൽ ചേർക്കാം. എരിയില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, അതല്ലെങ്കിൽ പച്ചമുളക് കീറിയിടണമെങ്കിൽ ഇടാം, കുരുമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഗരം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ആ വരട്ടുന്ന സമയത്ത് ചെയ്യാം. ഞാനിപ്പോൾ നെയ്യും എണ്ണയും ഒഴിച്ച് സ്പൈസസ് ഇട്ട് മൂപ്പിച്ച ശേഷം അരി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഈ മെത്തേഡ് അല്ലാതുള്ള ഒരു മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ കടായി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം സ്പൈസസും നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. അതല്ലാത്ത ഫസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അരി ഒന്ന് മൂപ്പിച്ച ശേഷമാണ് വെള്ളം ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമായിരിക്കണം, ചൂട് വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്. ഇത് മറക്കരുത്. ഞാൻ ലേശം കൂടി ഗരം മസാല ചേർക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ അതാ ഇത്രയും വരണ്ടാൽ മതി. ഞാൻ ഓഫ് ചെയ്തേ. അപ്പോൾ ലേശം കൂടിയേ വെള്ളം ഇനി വറ്റാനുള്ളൂ. തീ തീരെ കുറച്ചിട്ടേക്കും. ഇനി നമുക്കിതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ, ഇത് ഓപ്ഷണലാണ്. ചെറുതീയിൽ വേവട്ടെ. പറ്റിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അരി തിളക്കട്ടെ. അതിനുശേഷം തിളച്ചതിന് ശേഷം മീഡിയം തീ, ലോ ഫ്ലെയിം. നമുക്ക് വേവ് അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് റൈസ് ഒന്ന് നോക്കണം വേവുന്നൊന്ന്. കണ്ടിന്യൂസ് ഇട്ട് ഇളക്കരുത്. ചിലപ്പോൾ ഒത്തിരി കുതിർന്നതാണെങ്കിൽ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് അതിന്റെ വേവ് നോക്കിയിട്ട് ഒത്തിരി വേവാനുണ്ടെങ്കിൽ തീ തീരെ കുറച്ചിടുക.
വെന്തു വരുന്നു, വേവാറായി, വെള്ളം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് പറ്റിച്ചെടുക്കാം. ഇത് നമ്മളുടെ കയ്യിലാണ് ഇതെങ്ങനെ റൈസിനെ കറക്റ്റായിട്ട് എടുക്കണമെന്നുള്ളത്. ഞാനിപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച ശേഷം മീഡിയം, സ്ലോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറ്റിച്ചെടുത്തത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാണുന്നവർക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നത്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, ചോറും ബീഫ് കറിയും ഇവിടെ സെപ്പറേറ്റ് വെച്ചാൽ പോരെ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ കപ്പ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി ഇങ്ങനെയുള്ള ബിരിയാണികളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു, നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റില്ലായിരുന്നു. എല്ലാം അങ്ങ് സെപ്പറേറ്റ് ഉണ്ടാക്കിയാൽ പോരെ. കപ്പ ബിരിയാണിയൊക്കെ കപ്പ സെപ്പറേറ്റ് വേവിക്കുന്നു, ബീഫ് സെപ്പറേറ്റ് വേവിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു വ്യത്യസ്തത ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ലാസ്റ്റില് മല്ലിയില, പുതിനയില ഒക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കാമേ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി പറ്റാനുണ്ട്, ചെറു തീയിലിട്ടേക്കുവാണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റൈസ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം, നോ പ്രോബ്ലം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു കാണിക്കുന്നില്ല, ഞാൻ 1-2 വീഡിയോയിൽ കഴിച്ചു കാണിച്ചപ്പോൾ പലരും പറഞ്ഞു എന്തിനാ ബെൻസി ഇങ്ങനെ കൊതിപ്പിക്കുന്നത്, കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല കേട്ടോ. സത്യമായിട്ടും അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വെച്ച് തരും എന്ന് പറഞ്ഞ് ദൂരെയുള്ളവരൊന്നും എന്നെ വിളിക്കല്ലേ, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു സംശയവും വരില്ല. ഞാൻ ഈ എടുത്ത കറക്റ്റ് അളവില് ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഒരു തെറ്റും വരത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഇനി അതല്ല, ഒരു പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് തെറ്റായെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത് എവിടെയാണ് തെറ്റാവുന്നത്, എങ്ങനെയാണെന്ന്. അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ഫോൾട്ട് പറ്റിയെന്ന്. അത് കഴിഞ്ഞിട്ട് അതിനെ കറക്റ്റാക്കി രണ്ടാമതൊന്നുകൂടെ ചെയ്യൂ, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സക്സസ് ആവും. ആർക്കും പുതിയതായിട്ട് ഒരു ഐറ്റം ചെയ്യുമ്പോൾ ആദ്യ പ്രാവശ്യം സക്സസ് ആവണമെന്നൊന്നുമില്ല. ഞാൻ ചില റെസിപ്പികൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പൊ തെറ്റും സ്വാഭാവികമാണ് അത്. അപ്പോഴേ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. ടിൻഡിങ് എന്താണെന്ന് ഒരുപക്ഷെ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിക്കാണും ഇതെന്താ സംഭവം എന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പുള്ള വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഗേറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്, ചോമൽച്ചാന്റെ വീട്ടിൽ നിന്ന് പച്ചക്കറികൾ, വഴുതനങ്ങയും കോവലും കോവയ്ക്കയും ഒക്കെ കൊണ്ടുതന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഞാൻ അമ്മാമ്മയടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് കോവലിന്റെ തണ്ട് തരുന്നത്. കാരണം കോവയ്ക്ക ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് കുഞ്ഞി ഉണ്ട കോവയ്ക്കയായിരിക്കും, നീളമില്ലാത്ത. ഇത് നല്ല നീളമുള്ള കോവയ്ക്കയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് തണ്ട് തരണേന്ന്. അങ്ങനെ ഇന്നലെ വൈകിട്ട് കൊണ്ടു തന്നതാണേ. ഇതെനിക്കിനി നടണം. യഥാർത്ഥത്തിൽ ഇത് കഴിക്കാൻ ഒരു കൂട്ടാന്റെ ആവശ്യമില്ല, അച്ചാറ് വേണ്ട, സലാഡ് വേണ്ട, പപ്പടം, എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസിന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ സെലിബ്രേഷൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അന്ന് ഉച്ചക്കത്തേക്ക് തീർച്ചയായിട്ടും ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. ഇത് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. വീണ്ടും പുതിയ സ്പെഷ്യൽ വീഡിയോയുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.